സംസാരിക്കുന്നു, എന്തെല്ലാം എഴുതുന്നു, എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു, എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എല്ലാ മേഖലയിലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഇടപെടലുകൾ എല്ലാം കർത്താവിനകത്ത് ആശ്രയിക്കപ്പെടട്ടെ. നിനക്ക് താങ്ങാനാവാത്ത വിഷയങ്ങളിലൂടെ നീ കടന്നു പോകണമെങ്കിൽ പൂർണ്ണമായി അത് ഈശോ ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും, ഓരോ ജപമാലയും, ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. നീ ഇത് ഉണർന്നെഴുന്നേൽക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഉശിരോടെ ഉണർവോടും കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഇടിച്ചു നിൽക്കരുത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഒരു മനുഷ്യന് ഗുണമായാലും ദോഷമായാലും നമുക്ക് ഗുണം തന്നെ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചിട്ടും ഞങ്ങൾക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഓർക്കണം. ഇതൊക്കെ മനുഷ്യർ ഓർക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. വെച്ചാൽ ദൈവത്തിൽ നിന്ന് ആകപ്പാടെ കിട്ടുന്നത് ഒറ്റ കാര്യമാണ്. എന്താണത്? ഞാൻ ഇത്രയും നാളിങ്ങനെ ദൈവത്തിൻ്റെ കൂടെയൊക്കെ നടന്നും ആയിരക്കണക്കിന് വചനങ്ങൾ പഠിച്ചും ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും നിരന്തരമായ അഭിഷേകത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടണൊരു സാധനമുണ്ട്. ദൈവത്തിൽ നിന്ന് മനുഷ്യന്മാർക്ക് കിട്ടുന്ന ആകപ്പാടെ 3 അക്ഷരേ ഉള്ളു. എന്താണത്? മഹത്വം എന്ന് പറയും. അത് ആന ചെരിഞ്ഞാലും 10000, ആന നിന്നാലും 10000 എന്ന് പണ്ട് പറയത്തില്ലേ? പണ്ട് ആനക്ക് 10000 വില ഉണ്ടായിരുന്ന കാലത്ത് മലയാളികൾ ഇറക്കിയ ഒരു അനുഭവമാണ്. ആന നിന്നാലും 10000, ചെരിഞ്ഞാലും 10000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10000 രൂപ. നിന്നാൽ എന്താ? ആനയെക്കൂടെ പണിയെടുപ്പിക്കാമല്ലോ, അങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം. ചെരിഞ്ഞാൽ എന്താ? ആനക്കൊമ്പ് കിട്ടും. ചെരിഞ്ഞ വെച്ചാൽ ആന ചത്തു കഴിഞ്ഞാൽ ആനക്കൊമ്പ് കിട്ടും. അത് ഭയങ്കര, അത് ഇത്രയും വില ഉണ്ടായിരുന്നു. അതാണ് ആന നിന്നാലും 10000, ചെരിഞ്ഞാലും 10000 എന്ന് പറയും. ഇതുപോലെ നമ്മളൊരു വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും നമുക്ക്